ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. വലിയൊരു ദൈവ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, സർപ്രൈസായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. ഇന്ന് നമുക്ക് സർപ്രൈസായിട്ട് ഒരച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും പരിചയമുള്ള അച്ഛനാണ് ഫാദർ ജോൺ പിച്ചാപ്പള്ളി. ഏറെ സ്നേഹത്തോടെ അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. വളരെ നന്ദി. ഞാൻ ആ ഒരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. കാരണം പിച്ചാപ്പള്ളി അച്ഛന് എല്ലാവർക്കും തന്നെ പരിചയമുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധേയരായിട്ടുള്ള സംഗീത സംവിധായകന്മാരും അതുപോലെ തന്നെ ഗാനഗന്ധർവനായ യേശുദാസിൻ്റെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന യേശുദാസ്, എനിക്ക് തോന്നുന്നൊരു അദ്ദേഹം 70ഓളം പാട്ടുകൾ, അച്ഛൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ വൈദികൻ്റെ കൂടെയാണ് ഞാൻ ആയിരിക്കുന്നത്. മൈക്ക് ഞാനിങ്ങനെ 2 കൈയും പിടിച്ചാണ് ഇരിക്കുന്നത്. ചെറിയ ടെൻഷൻ എനിക്കുമുണ്ട്. അച്ഛനിപ്പോൾ കാനഡയിലാണെന്ന് എനിക്ക് അറിയാം. രാവിലെ മുതൽ അച്ഛനെൻ്റെ കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ സ്വദേശമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ആദ്യം തന്നെ ഈ ഹെവൻലി മെലഡീസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ശാലോം കുടുംബത്തിന് എൻ്റെ അകന്നിറഞ്ഞ നന്ദി. ഇങ്ങനെയൊരു വേദിയിൽ അച്ഛനെ മാതിരി പാട്ടൊക്കെ പാടുകയും ഒരു കലാകാരനും പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, ഒരനിയെന്ന് വിളിച്ചോട്ടെ, ഒരനിയൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ശാലോം കുടുംബത്തിന് എൻ്റെ നന്ദി ഞാൻ പറയുന്നതോടൊപ്പം, സ്വയം പറയുന്നത് അത്ര നല്ലതല്ലേലും അല്പം ഒരു ഇൻട്രൊഡക്ഷൻ പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ബാല്യം തൊടുപുഴ അടുത്ത് കലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ ഒരുപാട് പിച്ചാപ്പള്ളിക്കാരുണ്ട്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അകന്ന ബന്ധത്തിലുള്ള സഹോദരങ്ങളൊക്കെ അച്ഛന്മാരുണ്ട്, ഒരുപാട് സിസ്റ്റേഴ്സുണ്ട്. അങ്ങനെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഒരു 60-65 കൊല്ലം മുമ്പ് ഞങ്ങൾ, എൻ്റെ ഫാദറും അനിയന്മാരും കൂടി ഹൈ റേഞ്ചിലോട്ട്, അന്നൊരു മൈഗ്രേഷൻ്റെ ടൈമായിരുന്നു, ഹൈ റേഞ്ചിലോട്ട് കുടിയേറി. അപ്പോൾ ഞങ്ങൾ ചെന്ന് പെട്ടത് തൂക്കുപാറ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട് തൂക്കുപാറയിലാണ്. ഞങ്ങൾ 6 മക്കളായിരുന്നു. അപ്പനും അമ്മയും മരിച്ചുപോയി, മൂത്ത ചേട്ടനും പോയി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കുളപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പിച്ചാപ്പള്ളി തറവാട് അവിടെ ആയിരുന്നു. അവിടെയും തൂക്കുപാറയിലും ചിത്രപുരത്തുമായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 8ാം ക്ലാസ് മുതൽ, ഹൈസ്കൂൾ മുതൽ പഠിച്ചത് ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂളിലാണ്, വാഴക്കുളത്ത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലേക്കും തുടർന്ന് സെമിനാരിയിലേക്കും പോയി. അതിനിടയിൽ ആ കൂട്ടത്തിൽ സമയം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പഠിച്ചു. മലയാള സാഹിത്യത്തിൽ MA ബിരുദം വരെ എത്തി. അങ്ങനെ പൗരോഹിത്യ ഒക്കെ വാങ്ങിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് കോതമംഗലം രൂപതയിൽ 12 വർഷം ഞാൻ ഇടവക വികാരിയായിരുന്നു. അങ്ങനെ ഇടവക വികാരിയായിരുന്ന സമയത്താണ് കാനഡയിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായത്. അവസരം വെറുതെ ഉണ്ടായതല്ല. ഈ ഇടവക ജോലിക്കിടയിൽ തന്നെ ഞാൻ പാട്ട് ഒരുപാട് പാടുകയും പാട്ട് എഴുതുകയും പാടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ പറയണമല്ലോ, ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷൻ നടത്തി അവിടെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നതാണ് ഞാൻ. അപ്പോൾ MG രാധാകൃഷ്ണനെ മാതിരിയുള്ള പെരുമ്പാവൂർ G രവീന്ദ്രനാഥിനെ പോലെയുള്ള
പ്രഗത്ഭന്മാരായിട്ടുള്ള സംഗീതജ്ഞരുടെ കീഴിലാണ് ആ പാട്ടുകളൊക്കെ അന്ന് പാടിയിട്ടുള്ളത്. അച്ഛാ, അച്ഛൻ്റെ നിരവധി പാട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ഒരു പാട്ട് അച്ഛൻ ഒന്ന് കേട്ടാലോ? ആവട്ടെ. ജീവചൈതന്യത്തിൻ ആധാരമേ, കാലപ്രവാഹത്തിൻ അതീതനേ, സൃഷ്ടിസ്ഥിതിലയ തത്വമേ, പ്രണാമം പ്രണാമം പ്രണാമം. പ്രപഞ്ചത്തണലേ പ്രണാമം, പ്രപഞ്ചപ്പൊരുളേ പ്രണാമം, പ്രകൃതിയിൽ മാനവരൂപം പൂണ്ടൊരു പ്രപഞ്ചത്തണലേ പ്രണാമം. പരമപുരുഷ പരാപരാ സകല ചരാചര നായക, പാരീരേഴിനും പാലക, സകല മനോഗുണദായക, പ്രപഞ്ചത്തണലേ പ്രണാമം, പ്രപഞ്ചപ്പൊരുളേ പ്രണാമം, പ്രകൃതിയിൽ മാനവരൂപം പൂണ്ടൊരു പ്രപഞ്ചത്തണലേ പ്രണാമം. ലോകമേ തേടുക, പകലുമീരവും തേടുക, പരമാനന്ദ പരംപൊരുളാം പരമപദം നീ
നേടുക. പ്രപഞ്ചത്തണലേ പ്രണാമം, പ്രപഞ്ചപ്പൊരുളേ പ്രണാമം, പ്രകൃതിയിൽ മാനവരൂപം പൂണ്ടൊരു പ്രപഞ്ചത്തണലേ പ്രണാമം. പ്രപഞ്ചത്തണലെ പ്രണാമം. പ്രണാമം പ്രണാമം. നല്ല സൂപ്പർ പാട്ട്, നല്ല ഫീലാണ്. അച്ഛൻ്റെ വോയിസ് പോലും ഞാൻ ഓർക്കും, ഈ പ്രായത്തിൽ എനിക്കും ഇതേപോലെ ഒന്ന് വോയിസ് കിട്ടണേ. കാരണം നല്ല ഈ ഒരു പ്രായത്തിൽ പോലും എന്ത് ഫീലോട് കൂടി നല്ല ഡെപ്ത് വോയിസിൽ ഓരോ വാക്കും നല്ല ക്ലാരിറ്റിയിൽ. താങ്ക് യു. സൂപ്പർ അച്ഛാ. ഇത് കോട്ടയം ജോയി എന്ന് പറയുന്ന ആളാണ് ട്യൂൺ ചെയ്തത്. ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് സരികേര ആർട്ടിസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊന്ന് ചെയ്തത് ടോം പി ജോസ് എന്ന് പറയും. തൊടുപുഴയിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റുഡിയോയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നന്നായി പോകുന്നതിൽ എന്തൊരു ആനന്ദമാണത്. തീർച്ചയായും അച്ഛൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് സ്വന്തം ഞാനൊരു അച്ഛനൊരു മെസ്സേജ് പറയും, ഇന്ന് അച്ഛൻ്റെ കൂടെ പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് സാധിച്ചു. ഒന്ന് വേറിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അത് കടന്നു വന്ന അച്ഛൻ ഈ ഒരു ചിന്ത പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വളരാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ എന്നിലേക്ക് തന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തുമാത്രം നന്മയാണ് അച്ഛൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇന്ന് അച്ഛൻ കുർബാന മധ്യേ പറഞ്ഞ ഷോർട്ട് മെസ്സേജ്, അത് ജോയി എന്ന് പറയുന്ന ഒരു വാക്കിൽ പറഞ്ഞ മെസ്സേജ്, അത് അവിടെ നിന്നിരുന്ന ഷാലോം കുടുംബാംഗങ്ങളും വന്ന മറ്റെല്ലാവരും കുർബാന ചൊല്ലി എനിക്ക് പോലും അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ സ്പർശിച്ചു. അപ്പോൾ ആ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വേണ്ടി, ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? അതായത് ഈ സുവിശേഷം അതിനുള്ളിൽ എടുത്താൽ തീരാത്ത ഒരു സ്വർണ്ണ ഖനിയാണ് സുവിശേഷം. നമ്മൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട. അതിനകത്ത് നിന്ന് വേറിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ മാലാഖമാർ പാടിയ പാട്ടിൻ്റെ ഒരു സാരമാണ് ജോയ്. നിങ്ങൾക്ക് ഞാൻ സദ്വാർത്ത തരുന്നു. അപ്പം ഇംഗ്ലീഷിലാണ് ഈ ജോയ് ടു ദ വേൾഡ് എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ജോയിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒന്ന് വളർത്തിയെടുത്തു നമ്മുടെ ചിന്ത കൊണ്ട്. ജെ എന്ന് പറയുന്നത് ജീസസാണ്. രണ്ടാമത്തെ അക്ഷരം ഓയാണ് ജോയിയുടെ. ഓ എന്ന് പറയുന്നത് അതേഴ്സാണ്. മൂന്നാമത്തെ അക്ഷരം വൈ ആണ്. ദാറ്റ് ഈസ് യു. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് നമ്മൾ ആദ്യം ദൈവത്തെ മുന്നിൽ കാണണം. അവിടെ ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഈഗോ എന്ന് പറയുന്നതിന് എഡ്ജ് ഗോഡ് ഔട്ട് എന്നാണ് ഈഗോ. അത് ചെയ്യാൻ പാടില്ല. ദൈവത്തിനുള്ളത് നമ്മൾ ആദ്യം കൊടുക്കുക. രണ്ടാമത് വരുന്നത്, ഞാൻ ചുരുക്കി പറയാണ് കേട്ടോ, രണ്ടാമത് വരുന്നത് മറ്റുള്ളവരാണ്. എന്താണ് മറ്റുള്ളവർ? ഇപ്പോൾ വിനിലച്ചനാണേലും ഞാൻ കാണുന്ന ഓരോരുത്തരാണേലും എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ ഛായയുള്ളവരാണെന്നല്ലേ നമ്മൾ കരുതുന്നത്. അപ്പോൾ അവരിൽ നമ്മൾ നന്മ കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനും, അതിപ്പോൾ തന്നെയാണ് ഇപ്പോൾ ശാലോമിൽ നമ്മുടെ കലാകാരന്മാരാണെങ്കിലും ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു നേട്ടങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഈ നേട്ടം ഇതാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക അതൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളാണേലും നമ്മുടെ അച്ഛന്മാർക്കാണേലും അത് തന്നെയാണ്. അതാണ് അതേഴ്സ്. പിന്നെ വൈ എന്ന് പറയുമ്പോൾ യു, ഞാൻ അവസാനം വന്നാൽ മതി, എനിക്ക് അവസാനം നിന്നാൽ മതി, അവസാനം വരുമ്പോൾ കിട്ടും. അങ്ങനെ അത് കിട്ടും. എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടിയിരിക്കും. മറ്റുള്ളവർ മുമ്പിൽ വിട്ടാൽ അത് കിട്ടിയിരിക്കും. അതാണ് ജോയി. ഈ ഒരു ഷോർട്ട് മെസ്സേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു
പ്രത്യേകിച്ച് ലൈവായിട്ട് ഞാൻ പ്രസംഗത്തിൽ കേട്ടു, ഞങ്ങളെല്ലാവരും കേട്ടു, ഇപ്പോൾ പ്രേക്ഷകരൊക്കെ കേട്ടു. എല്ലാ പ്രഗത്ഭരും അച്ഛനെ ചേർത്ത് പിടിക്കുന്നത് ഈ ഒരു കലാരംഗത്ത് അച്ഛൻ നൽകിയ നേട്ടങ്ങൾക്കപ്പുറം ഒരു മനുഷ്യസ്നേഹി നിലയിലാണ് എല്ലാവരും ഇപ്പോഴും അച്ഛനെ ഇപ്പോൾ കൺസേൺ ചെയ്യുന്നതും അച്ഛനെ ചേർത്ത് പിടിക്കുന്നത്. കലാമേഖലയിൽ വെച്ച് നേട്ടത്തിനപ്പുറം ഞങ്ങളെല്ലാവരും അച്ഛനായിട്ട് പരിചയപ്പെട്ടു തുടങ്ങി. എനിക്ക് ആദ്യം ഞാൻ ഷെയ്ക്കാൻ്റെ തന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ കൈ പോലും, കാരണം അത്രയും അറിയാം അച്ഛൻ എത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ എന്നുള്ളത്. പക്ഷെ അച്ഛൻ്റെ എളിമയും സ്നേഹം നിറഞ്ഞതും നർമ്മം നിറഞ്ഞുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് അച്ഛൻ്റെ എല്ലാ സംഭാഷണങ്ങളും. പെട്ടെന്നൊരു അനുജനായിട്ട് മാറാനൊക്കെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടാനൊക്കെ സാധിച്ചു. നല്ലൊരു മനുഷ്യ സ്നേഹി. അച്ഛ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി കേൾക്കാനുണ്ട്. അച്ഛൻ്റെ ചെറുപ്പം മുതൽ ഈ പാട്ട് രംഗത്തിലേക്ക് എത്തിയതൊക്കെ. ഒരു പാട്ടും കൂടി അച്ഛ ഒന്ന് കേട്ടാലോ? പാടാലോ. ഈ പാട്ട്, ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഞാൻ ദൈവവിളിയെ ഉദ്ദേശിച്ചെഴുതിയാണ്. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്നെ അനുഗമിക്കുവിൻ. ഞാൻ നിന്നെ അയക്കുന്നു, ലോകമെങ്ങും പോയിടുവിൻ. നീ ലോകമെങ്ങും പോയിടുവിൻ. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്നെ അനുഗമിക്കുവിൻ. ഞാൻ നിന്നെ അയക്കുന്നു, ലോകമെങ്ങും പോയിടുവിൻ. നീ ലോകമെങ്ങും പോയിടുവിൻ. നിന്നിലൂടൻ സ്നേഹം പ്രകടമാക്കുവിൻ. നീ എൻ സുവിശേഷം ഘോഷിക്കുവിൻ. നിന്നിലൂടൻ സ്നേഹം പ്രകടമാക്കുവിൻ. നീ എൻ സുവിശേഷം ഘോഷിക്കുവിൻ. നിന്നിലൂടൻ ജീവൻ പുനർജനിക്കട്ടെ. ഞാൻ നിന്നിൽ, നീ എന്നിൽ വളർന്നിടട്ടെ. നിന്നിലൂടൻ ജീവൻ പുനർജനിക്കട്ടെ. ഞാൻ നിന്നിൽ, നീ എന്നിൽ വളർന്നിടട്ടെ. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്നെ അനുഗമിക്കൂ.
ത്യജിച്ചൻ സഹചാരിയായിടുവാൻ, കുരിശിൻ പാതകൾ പുണർന്നിടുവാൻ. സ്വയം ത്യജിച്ചൻ സഹചാരിയായിടുവാൻ, കുരിശിൻ പാതകൾ പുണർന്നിടുവാൻ. ബന്ധുരമോചനം ബന്ധിതർക്കേകുവാൻ, സോദരർക്കു പ്രത്യാശ പകർന്നിടുവാൻ. ബന്ധുരമോചനം ബന്ധിതർക്കേകുവാൻ, സോദരർക്കു പ്രത്യാശ പകർന്നിടുവാൻ. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്നെ അനുഗമിക്കുവിൻ. ഞാൻ നിന്നെ അയക്കുന്നു, ലോകമെങ്ങും പോയിടുവിൻ. നീ ലോകമെങ്ങും പോയിടുവിൻ. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്നെ അനുഗമിക്കുവിൻ. ഞാൻ നിന്നെ അയക്കുന്നു, ലോകമെങ്ങും പോയിടുവിൻ. നീ ലോകമെങ്ങും പോയിടുവിൻ. നീ ലോകമെങ്ങും പോയിടുവിൻ. സൂപ്പറായിട്ടുണ്ട്. അച്ഛൻ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഞാൻ മനസ്സിലാക്കിയത് സംഗീതത്തിന് പ്രായമില്ല അച്ഛ. ഈ ഒരു ഞാൻ പറയും, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ പാടിയത്. അച്ഛൻ ഇപ്പോഴും ഇത് പാടുമ്പോൾ ഇത് മറ്റാരെങ്കിലും പാടി ഇത്രയും ഫീൽ ഉണ്ടാകുമെന്ന് സംശയമാണ്. വിനിലച്ച, അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇതെൻ്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞത്. തമ്പുരാനാണ് നമ്മളെ കൊണ്ടുവന്നാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അത്രേ ഉള്ളൂ, നിന്നെ പുരോഹിതനാക്കാം, എവിടെ ഞാൻ വിടുന്നതെന്ന് വെച്ചാൽ പൊക്കോളാനാണ് പറഞ്ഞേക്കണേ. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അച്ഛൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും, നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ എപ്പോഴും ആ കാര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. ദൈവഹിതത്തിൻ്റെ പൂർണ്ണമായ ഒരു ഉദാഹരണം ഞാൻ അദ്ദേഹത്തിനാണ് കണ്ടിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും അച്ഛാന്ന് എന്നോട് പറയുന്നത്. അത് ആൽബങ്ങളുടെ നിർമ്മാണത്തിന് മുമ്പാണേലും ഈ മിനിഞ്ഞാന്ന് വരെ എന്നോട് അങ്ങനെ പറഞ്ഞത്. കാരണം വേറൊരു ആൽബത്തിൻ്റെ പാട്ടുകളുടെ നിർമ്മിതിയിലാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള തിളങ്ങി നിൽക്കുന്നവരുടെ ഒരു സുഹൃത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ജോണച്ചൻ. അച്ഛൻ എങ്ങനെ ഇങ്ങനെയായിത്തീർന്നു? എവിടെ നിന്നാണ് അച്ഛൻ തുടങ്ങിയത്? ചെറുപ്പകാലത്ത് അച്ഛൻ്റെ എന്നാ പറയുന്ന ഈ പാട്ട് ഈ മേഖല നമുക്കറിയാം. കുട്ടിക്കാലം ഇങ്ങനെ എത്തിത്തീരുന്നു ഓർക്കുന്നു നമുക്കറിയത്തു പോലുമില്ല. പക്ഷേ അച്ഛന് എങ്ങനെ കുട്ടിക്കാലത്ത് എവിടെ ഈ പാട്ടിൻ്റെ മേഖല, സംഗീത മേഖല എങ്ങനെ മനസ്സിലായി? പിന്നെ പട്ടം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ഒരു ഗാനമേള ട്രൂപ്പ് തന്നെ, അതൊക്കെ ഒരു ഭയങ്കര വെല്ലുവിളിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും സാഹചര്യം ഉണ്ടായിട്ട് പോലും എല്ലാവരും പുറകോട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ, ടെൻഷൻ ഏറ്റെടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ വലിയ ഒരു റിസ്ക്കാണ് അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം കേൾക്കാൻ നമ്മൾ റെഡിയാണ്, ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ഈ ഒരു സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി ആരും മുടങ്ങരുത്, അടുത്ത എപ്പിസോഡുകൾ അച്ഛൻ്റെ ഒപ്പം നമ്മളായിരിക്കും. അച്ഛൻ ഈ നിലയിൽ ആയത് നമ്മൾ എങ്ങനെയാണ്, എനിക്കും ആഗ്രഹമുണ്ട്, നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് അത് കേൾക്കാം. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
ആദ്യത്തെ എപ്പിസോഡ് അല്ലേ? ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയും അതിനു മുമ്പ് എനിക്കൊരു ഒരു പാട്ട് പാടിച്ചതിൻ്റെ മുൻപിൽ ധൈര്യമായിട്ട് പഠിക്കും. ഒരു പാട്ട് പാടാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാനൊരു ഞങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്. ഒരു പാട്ട് ഞാൻ പാടി അങ്ങനെ എപ്പിസോഡ് അവസാനിച്ചു. തീർച്ചയായിട്ടും. 7 സ്വർണദീപത്തിൻ മധ്യേ വാണിടുന്നു രാജരാജനീശോ. 7 സ്വർണദീപത്തിൻ മധ്യേ വാണിടുന്നു രാജരാജനീശോ. പാദം മൂടും മേലങ്കിയും കാഞ്ചനത്തിന്നിടക്കച്ചയും, പാദം മൂടും മേലങ്കിയും കാഞ്ചനത്തിന്നിടക്കച്ചയും, വെൺമഞ്ഞിൻ ശിരസും തീജ്വാല പോൽ പ്രഭയോലും മിഴികളുമായി വാണിടും. വെൺമഞ്ഞിൻ ശിരസും തീജ്വാല പോൽ പ്രഭയോലും മിഴികളുമായി വാണിടും. രാജാതിരാജന് ആരാധന, സർവചരാചര സൃഷ്ടാവിന്. രാജാതിരാജന് ആരാധന, സർവചരാചര സൃഷ്ടാവിന്. ആരാധനയെന്നും ആരാധന, പരിശുദ്ധനായവൻ ആരാധന. ഗംഭീര ശബ്ദവും പാദങ്ങൾ ഉരുക്കിയ പിച്ചളയും. പെരുവെള്ളത്തിൻ ഗംഭീര ശബ്ദവും പാദങ്ങൾ ഉരുക്കിയ പിച്ചളയും. വലം കൈയിലേഴും താരചന്ദ്രിക, വദനം തിളങ്ങും സൂര്യഗോളം. വലം കൈയിലേഴും താരചന്ദ്രിക, വദനം തിളങ്ങും സൂര്യഗോളം. രാജാതിരാജന് ആരാധന, സർവചരാചര സൃഷ്ടാവിന്. രാജാതിരാജന് ആരാധന, സർവചരാചര സൃഷ്ടാവിന്. ആരാധനയെന്നും ആരാധന, പരിശുദ്ധനായവൻ ആരാധന. എന്നെന്നും ജീവിക്കും നാഥനീശോ, ആൽഫയും ഒമേഗയും നീയല്ലയോ. എന്നെന്നും ജീവിക്കും നാഥനീശോ, ആൽഫയും ഒമേഗയും നീയല്ലയോ. മരണത്തിൻ താക്കോലും നരകത്തിൻ താക്കോലും കൈകളിലേന്തിയുനാരാധന. മരണത്തിൻ താക്കോലും നരകത്തിൻ താക്കോലും കൈകളിലേന്തിയുനാരാധന. 7 സ്വർണദീപത്തിൻ മധ്യേ വാണിടുന്നു രാജരാജനീശോ. പുലിമടയിലാണല്ലോ ഞാൻ വന്ന് കയറിയത് വിനിലച്ച. രക്ഷപ്പെട്ടു പോവോ ഞാൻ? നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ടുണ്ട്. താങ്ക് യു അച്ഛാ, താങ്ക് യു.
അച്ഛൻ്റെ ഈ ഒരു സാന്നിധ്യം വലിയ വിലയാണ് ഞങ്ങൾക്കുള്ളത്. ഒരിക്കലും പല എപ്പിസോഡുകൾ കടന്നുപോയെങ്കിലും ഇത് ഞങ്ങൾക്ക് മറക്കാനാവില്ല. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകും. ഇനി അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതാനും മ്യൂസിക് ചെയ്യാനും പാടാനൊക്കെ അച്ഛന് സാധിക്കട്ടെ. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അച്ഛൻ്റെ കൂടെയുണ്ട്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. പ്രപഞ്ചത്തണലേ പ്രണാമം, പ്രപഞ്ച പൊരുളേ പ്രണാമം,